സാബു എന്ന വിളിപ്പേര് എനിക്ക് കിട്ടിയത് ഫാദർ ഫ്രാൻസിസ് എന്ന പള്ളിയിലച്ഛൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പഠിക്കാൻ പോയപ്പോൾ സൗകര്യത്തിന് വിളിക്കാൻ ഇട്ടൊരു പേരാണ്. അത് പിന്നെ എൻ്റെ വീട്ടുപേര് കൂടി ചേർത്ത് കൊട്ടോട്ടി ചേർത്തിട്ട് സാബു കൊട്ടോട്ടി എന്ന പേരിൽ ഞാൻ അറിയപ്പെട്ടു തുടങ്ങി. 1994 മുതൽ ഇങ്ങോട്ട് സാബു കൊട്ടോട്ടി എന്ന പേരിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടം മുതൽ തന്നെ ക്രിസ്തീയ ഭക്തിഗാനം ആസ്വദിക്കാനും കുറച്ചൊക്കെ പാടാനും ശ്രമിച്ചിരുന്നു. ഒരു പാട്ടുകാരനല്ല, പ്രൊഫഷണൽ ഗായകനല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കല്യാണ പരിപാടിക്കും മറ്റും ഒക്കെ പാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മാർക്കോസിൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. യേശുദാസ് കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ, ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന, ലയിച്ചു പോകുന്ന ആ ഒരു ശബ്ദം അത് കെസ്റ്ററിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായി ഒരു വീഡിയോ കാണും. കെസ്റ്റർ ലൈവായി പാടുന്ന ഒരു പാട്ട് ദേവാലയത്തിലെ കൊയറിൽ പാടുന്നതാണ്, ഒരു പള്ളിയിലെ കൊയറിൽ പാടുന്നതാണ്. ആ പാട്ടിൻ്റെ ഒരു വരി ഞാനൊന്ന് കേൾപ്പിക്കാം. നോക്കൂ, ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു മാധുര്യം, അത് നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ കൂടി ഒന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മളൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്? നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, ന്യൂസ് ചെയ്യുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, മനസ്സിന് ആനന്ദം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അതും കൂടി ഷെയർ ചെയ്യപ്പെടണ്ടേ? നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. എങ്ങനെ? അത് കെസ്റ്ററിൻ്റെ അത്രയൊന്നും പാടി നമ്മൾ എത്തൂല എന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ പാടാതിരിക്കാൻ പറ്റില്ല, മൂളാതിരിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. ചില പാട്ടുകൾ അങ്ങനെയാണ്. ഇതുപോലെ കെസ്റ്ററിൻ്റെ ധാരാളം പാട്ടുകളുണ്ട്. ഒരുപാട് പാട്ടുകൾ എന്നെ സ്വാധീനിച്ച പാട്ടുകളുണ്ട്. കേൾക്കാൻ ഒരു പ്രത്യേക ഇമ്പാണ്. പ്രത്യേകിച്ച് അധികം മ്യൂസിക്കൊന്നും ഇല്ലാതെ, മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒന്നും ഇല്ലാതെ റിതം മാത്രം വായിച്ചുകൊണ്ട് കെസ്റ്റർ പാടുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലെ എന്തോ അതിൽ ലയിച്ചങ്ങോട്ട് ഇരുന്ന് പോകും. ആ ലയിച്ചിരുന്നപ്പോൾ ആ പാട്ട് ഒന്നുകൂടി കേട്ടപ്പോൾ, ഇന്നിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ആ പാട്ട് വീണ്ടും കാണാനിടയായി. അപ്പോൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിത്തരം പറയണം തോന്നി. കെസ്റ്റർ, നിങ്ങൾ ഈ ലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. സംഗീതത്തെ ആസ്വദിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ സംഗീത മാസ്മരിക ശക്തി ആസ്വദിക്കുന്ന, അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം. ഇത്തരത്തിലുള്ള പാട്ടുകൾ സത്യത്തിൽ എവിടെ കേട്ടാലും, വിശേഷിച്ച് കെസ്റ്ററിൻ്റെ പാട്ടുകൾ എവിടെ കേട്ടാലും അറിയാതെ നമ്മളത് ആസ്വദിച്ച് കണ്ണ് മടച്ച് കേട്ട് നിന്ന് പോകും. എൻ്റെ ആസ്വാദനം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളും ആ പാട്ടൊന്ന് കേട്ട് നോക്കൂ. അദ്ദേഹം സ്റ്റുഡിയോയിൽ പാടി പുറത്തിറക്കിയ ആ ഗാനത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ലൈവായിട്ട് അദ്ദേഹം കൊയറിൽ പാടിയ ആ പാട്ട് തന്നെയാണ്. നാവിൽ എന്നീശോതൻ നാമം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ പറയും.